ശ്രീത്ത് ഭാഗ്യലക്ഷ്മിക്ക് നേരെ നടത്തുന്ന ഈ അവഹേളനമുണ്ടല്ലോ, ആസിഡ് ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ശരി ശ്രീത്ത്. ശുദ്ധ തെമ്മാടിത്തം. കാരണം ഭാഗ്യലക്ഷ്മി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പൊസിഷൻ എടുക്കാനുള്ള എല്ലാവിധ അവകാശവും. ശ്രീത്ത് ഒന്ന് വഴങ്ങുമോ? ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മിക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറയുന്നു. ശരി, സുൽഫത്തിന് എന്താണ് സുൽഫത്ത്? അല്ല, ശ്രീജിത്ത് പ്രോസിക്യൂഷന്റെ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞു. ആ വീഴ്ചകൾ യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നുള്ളത് പിന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ വിധിച്ച ശിക്ഷയിൽ ശ്രീജിത്ത് പറയുന്നത് പ്രോസിക്യൂഷൻ കുറ്റവാളിക്കാരെ കണ്ടെത്തിയത് കൊണ്ടാണല്ലോ ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷയിൽ ശ്രീജിത്തിനെ പോലുള്ളവർ തൃപ്തരാണോ? ഏറ്റവും കുറഞ്ഞ അല്ല എന്ന് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു ശ്രീമതി സുൽഫത്ത്. ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, പൾസർ സുനിയെ പോലെയുള്ള കുറ്റവാളികൾക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ജീവപര്യന്തമാണ്. അവൻ പിന്നീട് ഒരിക്കലും പുറത്തിറങ്ങരുത് എന്നുള്ളതാണ്. വിധിയിൽ എനിക്ക് അതൃപ്തിയുണ്ട് എന്ന് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അല്ലാതെ 20 വർഷത്തിൽ ഞാൻ ഹാപ്പി അല്ല. ഞാൻ പറഞ്ഞത് ഈ 376D ആണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. അതിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെല്ലാവരും ഈ 376Dയുടെ പരിധിയിൽ വരുന്നത് കൊണ്ട് ഒറ്റ ഒരുത്തരും ശിഷ്ടകാലം പുറത്തിറങ്ങാതെ ഇവർക്കെല്ലാം ജീവപര്യന്തം, മരണം വരെ ജയിൽ ശിക്ഷ എന്നുള്ളതാണ് വേണ്ടതെന്ന് ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ചർച്ചയിൽ പറഞ്ഞതാണ്, ഇപ്പൊ പറയുന്നതല്ല, അന്നേ പറഞ്ഞതാണ്. ഞാനതിൽ തൃപ്തനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രോസിക്യൂഷന്റെ എല്ലാ ഇതും പൂർണ്ണമായിട്ടും തെറ്റായിരുന്നു, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റി എന്ന അഭിപ്രായം ഇല്ലല്ലോ. ഇവിടെ ജഡ്ജ്മെന്റിന് വീഴ്ച അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത് പ്രോസിക്യൂഷന്റെ വാദം അല്ല. നോക്കൂ ശ്രീമതി സുൽഫത്ത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതിനകത്തിൽ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ മൊഴിയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നുമല്ല പോകുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ ശരിയായ രീതിയിലാണ് ഒരു അന്വേഷണം 8.5 വർഷം നടത്തുന്നത് എങ്കിൽ അയാളാണ് ഇതിന്റെ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്നുണ്ട് എങ്കിൽ അയാളെ ഈ കേസിലേക്ക് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടാകണം. ഇവിടെ സോളിഡ് അല്ല എന്ന് മാത്രമല്ല, വളരെ ലാഫബിൾ ആയിട്ടുള്ള പല എവിഡൻസും കോടതിയിലുണ്ട്. അത് നമ്മൾ കണ്ടില്ലേ? അത് ഈ വിധിന്യായത്തിൽ എല്ലാം വായിക്കണ്ട. ഇതിൽ വളരെ കൃത്യമായിട്ട് ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗൂഢാലോചന, കോൺസ്പിറസി നടന്നതുമായി ബന്ധപ്പെട്ട് 7 ലൊക്കേഷനുകളിൽ നടന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമുണ്ട്. ആ പേജുകൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള എവിഡൻസ് ആണ് പോലീസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പോലീസിനൊപ്പം നിൽക്കാൻ കഴിയില്ല. അങ്ങനെ അല്ല ഇവിടെ അന്വേഷണം നടത്തേണ്ടത്. നമ്മൾ എല്ലാ കേസുകളിലും പറയാറില്ലേ, പോലീസും പ്രോസിക്യൂഷനും ചെയ്തിരിക്കുന്നത് തെറ്റ് വരുന്ന സമയത്ത് നമ്മൾ തെറ്റെന്ന്. വാളയാർ കേസുകളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിൽ എന്തുകൊണ്ട് നമ്മളൊരു എക്സ്ക്യൂസ് പോലീസിനും പ്രോസിക്യൂഷനും കൊടുക്കുന്നു? ഇത്ര വിഡ്ഢിത്തം നിറഞ്ഞിരിക്കുന്ന തെളിവുകൾ, കോടതിയിൽ പൊട്ടി പാളീസാകുന്ന തെളിവുകൾ കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ നമുക്ക് എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞത് വളരെ എലിമെന്ററി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, പൾസർ സുനി നാദിർഷയുടെ കയ്യിൽ നിന്ന് 30,000 രൂപ വാങ്ങി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ചാർജ്. പൾസർ സുനിയുടെ സ്റ്റേറ്റ്മെന്റിൽ അത് ഉണ്ട് എന്ന് പറയുന്നു. പൾസർ സുനിയുടെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് കോടതി പറയുന്നു. അത് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതിൽ പൾസർ സുനി എങ്ങും പറഞ്ഞിട്ടില്ല ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഇതെന്ത് തെളിവ്? ഇത് ആരെ വിശ്വസിക്കണം? പ്രോസിക്യൂഷൻ പറഞ്ഞു, എന്നിട്ട് പ്രോസിക്യൂഷൻ കൊണ്ടു കൊടുക്കുന്ന പൾസർ സുനിയുടെ സ്റ്റേറ്റ്മെന്റിൽ അയാൾ നാദിർഷയിൽ നിന്ന് 30,000 രൂപ വാങ്ങിയെന്ന് എഴുതിയിട്ടേയില്ല. അത് പറഞ്ഞിട്ടില്ല. അത് ചോദിക്കുന്ന സമയത്ത് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എക്സ്പോസ്ഡ് ആവുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള തെളിവുകൾ വെച്ചിട്ട് കേസിൽ ഒരു കോടതി പോയി വാദിച്ചു കഴിഞ്ഞാൽ ആ പ്രോസിക്യൂഷനോടൊപ്പം ആ പോലീസിനോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് എന്റെ ഭാഷ്യം. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഇവിടെ പറഞ്ഞ കാര്യം, അതിനുള്ള താങ്കളുടെ പ്രതികരണം? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ശുദ്ധ തെമ്മാടിത്തം. ഭാഗ്യലക്ഷ്മി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു പൊസിഷൻ എടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്. ആദ്യം മുതൽ തന്നെ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള ഒരു പൊസിഷൻ എടുത്തിരിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ചേച്ചി. അങ്ങനെയുള്ള ഒരാളിന് അവരുടെ അഭിപ്രായം പറയുന്നതിനും അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുന്നതിനുമുള്ള എല്ലാവിധ അവകാശവും ഈ നാട്ടിലെ നിയമം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു അഭിപ്രായം പറയുന്ന സമയത്ത് ആ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് എതിർത്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, മാന്യമായി ചോദിക്കാം എന്നതിനപ്പുറത്തേക്ക് അവരെ അവഹേളിക്കുന്നതിനാണ്, അവരെ ഭീഷണിപ്പെടുത്തുന്നതിനാണ്, അവരുടെ തലയിൽ കരിയോലി കോരി ഒഴിക്കുമെന്ന് പറഞ്ഞതിനാണ്. ശുദ്ധ തെമ്മാടിത്തം. ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്, ആയിക്കോട്ടെ അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരെ ആരെങ്കിലും അവഹേളിക്കാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഭീഷണി കൊണ്ടോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവന്മാർ പിന്നെ വെളിച്ചം കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് അകത്തിടണം. ഞാൻ പറഞ്ഞത് പോലീസ് ഇവിടെയൊക്കെയല്ലേ പ്രവർത്തിക്കണ്ടേ, സർക്കാർ ഇവിടെയൊക്കെയല്ലേ പ്രവർത്തിക്കേണ്ടത്. ഭാഗ്യലക്ഷ്മി ചേച്ചി എന്ത് ചെയ്യും? ഇവരെ ഇന്റിമിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ മിണ്ടാതിരിക്കണമെന്നാണോ കരുതുന്നത്? അങ്ങനെയല്ല, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമുക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്ന ചില കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് സംസാരിക്കാനോ അവരുടെ അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ കഴിയുമോ?
എന്റെ അഭിപ്രായത്തിനോടല്ല അവര് ചേർന്ന് നിൽക്കുന്നത്. ശരി, വിനുവിന്റെ അവർക്ക് അഭിപ്രായം കൂടി. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് ഞാൻ എന്നുള്ളതാണ് എന്റെ വ്യത്യാസം. തീർച്ചയായിട്ടും ഭാഗ്യലക്ഷ്മിക്കെതിരെ ആസിഡ് ഒഴിക്കുന്ന പറഞ്ഞ ആൾക്കെതിരെ അതിശക്തമായിട്ട് ഭാഗ്യലക്ഷ്മി കേസെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്.